ദൈവത്തിരുന്നാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബുക്ക് ഓഫ് ജൂഡ്, യൂദായുടെ പുസ്തകത്തിൽ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. സ്റ്റോപ്പ്. യൂദാ അപ്പോസ്തലൻ ഇത് ഇത്രയും ആധികാരികമായി പറയുവാൻ തക്കാണ് ഇടയായി തീർന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരുടെ മനസ്സ് പതറിപ്പോയി. അവരാകുലപ്പെട്ടു, നാളെ ഓർത്ത് അവർ ഭാരപ്പെട്ടു. പല കാര്യങ്ങളിൽ അവർക്ക് പ്രയാസമുണ്ടായി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാതെ, കാരണം കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊന്നിനും പ്രയാസമില്ല. എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കുകയായിരുന്നു. ഇപ്പൊ കർത്താവ് പോയി, ഗുരുനാഥനുമായി കൂടില്ല. അങ്ങനെ വന്നപ്പോ സ്തോത്രം ഉണ്ടായ ബുദ്ധിമുട്ട്, യഹൂദന്മാർ അവരെ വേട്ടയാടാൻ തുടങ്ങി. അതിന് യഹൂദ പൗരോഹിത്യം കൂടെ നിന്നു. റോമൻ ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുത്തു. അതിന് കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ വിവരം ചെന്ന് പടയാളികൾ മഹാപുരോഹിതന്മാരെയും സേനാനായകരെയും ഒക്കെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളെ വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യാം, എന്നാൽ ആവശ്യം പോലെ പണം പിടിച്ചോളാൻ പറഞ്ഞു. ആവശ്യം പോലെ രൂപ അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർ നാട് നീളം നടന്ന് പറഞ്ഞു വരച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഉറങ്ങിപ്പോയി, പടയാളികൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് പരക്കെ പരന്നു. അപ്പൊ പൊതുജനം അതിന്റെ പിന്നാലെയായി. യേശു ഒരു തട്ടിപ്പുകാരനാണെന്നും ശിഷ്യന്മാരും തട്ടിപ്പുകാരുമാണെന്ന് വരുത്തി തീർക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെ തപ്പി നടക്കുകയാണ് യഹൂദ മതവും, യഹൂദന്മാരും, പുരോഹിതന്മാരും, പടയാളികളും. അങ്ങനെ അതുകൊണ്ട് ശിഷ്യന്മാർ പ്രാണഭയത്തിലായി, അവർ ഒളിവിലായി. അപ്പോൾ തന്നെ പലയിടത്തും അറിയുന്നുണ്ട്, യേശുവിനെ അവിടെ കണ്ടു, ചിലർ ഇവിടെ കണ്ടു. ആ കിംവദന്തി പോലെ അതും പരക്കുന്നുണ്ട് പട്ടണം മുഴുവൻ. ഭരണകൂടത്തിന് ഇരിക്കപ്പുറതിയില്ല. അവർ തങ്ങളുടെ മിഷണറി മുഴുവൻ ഉപയോഗിച്ച് ശിഷ്യന്മാരെ കണ്ടെത്തുവാൻ തക്കവണ്ണം തുടങ്ങിയാണ്. യേശുവിനെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് നമുക്കറിയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ നാട്ടിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചാൽ മതി പറഞ്ഞപ്പോ ശിഷ്യന്മാരെ കിട്ടിയാൽ മതി. അതിന് ശിഷ്യന്മാരെ വേട്ടയാടിയപ്പോൾ അവർ പാവങ്ങളെല്ലാം പേടിച്ച് പോയി ഒളിച്ചു. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു കർത്താവ് വരുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ച് അകത്തിരിക്കുക, ഒളിച്ചിരിക്കുക, പാത്തിരിക്കുക. യേശു വന്ന് നടുവിൽ നിന്നു. അങ്ങനെ ഒളിച്ചിരിക്കുന്നവരുടെ നടുവിലേക്ക് യേശു കർത്താവ് അവരുടെ ഗുരുനാഥനുമായി ഇറങ്ങി വന്നു പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം, പീസ് ആൻഡ് യു. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് സമാധാനം കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അടച്ചിട്ട മുറിയിലേക്കാ കർത്താവ് വന്നത്. കാര്യം ശരിയാ. കർത്താവ് ജീവനോടിരുന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർ ഭൂതമാണെന്ന് പറഞ്ഞ പുള്ളികളാണ്. ഇതറിയാം കർത്താവിന്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് തന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യുക, കർത്താവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അവർ നേരെ നീക്കിയിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു.
20-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. പേടിച്ച് അരണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് കയ്യും വിലാപ്പുറവും കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ അടുത്ത് കാണുന്നത് കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. സ്തോത്രം. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർക്ക് സന്തോഷമായി, സമാധാനമായി. എന്നാൽ ഈ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു സമാധാനം ഉണ്ടായില്ല, സന്തോഷം ഉണ്ടായില്ല. കാരണം എന്നാ? പേടിച്ചരണ്ടിരിക്കുക. ഇത് ആരാ? ഭൂതമാണോ, മനുഷ്യനാണോ, യേശുവാണോ? ആരും ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് ആ വാക്ക് ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ കഴിയാതെ പോയി. ഇന്നും അങ്ങനല്ലേ? സമാധാനമെന്ന് ഞായറാഴ്ചകളിൽ ആരാധന എന്ന് പറഞ്ഞ കുർബാനകൾക്കിടയിൽ എത്രയോ പ്രാവശ്യമാണ് കേൾക്കുന്നത്. കിഴക്കോട്ട് നോക്കി നിന്ന് പടിഞ്ഞാറോട്ട് കൈ കാണിക്കും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞെന്ന് കൈ കാണിച്ചു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അത് പുരോഹിതനും മേൽപ്പെട്ടക്കാരനും അന്ന് ആരെല്ലാം കുർബാന ചൊല്ലുമോ അവരെല്ലാരും തിരിഞ്ഞെന്ന് പറയും നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഇത് കേൾക്കുന്ന ഐമേനികൾ, അതായത് വിശ്വാസികൾ, അവരും തിരിച്ചു പറയും അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലാതെ ഓരോരുത്തർക്കും സമാധാനമില്ല. സ്തോത്രം. അതുപോലെ ഇവിടെയും കർത്താവ് പറയാം നിങ്ങൾക്ക് സമാധാനം. പേടിച്ചേർണ്ടിരിക്കുന്നവർക്ക് സമാധാനം കൈക്കൊള്ളാൻ ഒക്കുന്നില്ല. ആ സമയത്ത് കർത്താവ് അവരെ അധികം പറയാനൊന്നും പോയില്ല, പരിസിക്കാനും ശാസിക്കാനൊന്നും പോയില്ല. കർത്താവ് എന്ത് ചെയ്തു? യേശു പിന്നെയും അവരോട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. നിങ്ങൾക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് എന്തുണ്ടായി? അവർ സന്തോഷിച്ചു. നോക്കുക പ്രിയമുള്ളവരെ, നമ്മൾക്ക് ആർക്കെങ്കിലും മറ്റൊരാളുടെ കയ്യോ കാലോ മുറിഞ്ഞിരുന്നാൽ സന്തോഷം ഉണ്ടാവുമോ? സ്തോത്രം. ഒരു അപകടത്തിൽ കൈ മുറിഞ്ഞ ഒരാളെ കണ്ടാൽ, ബാൻഡേജ് ഇട്ട ഒരാളെ കണ്ടാൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ശത്രുക്കളും എല്ലാം ഉണ്ടെങ്കിൽ അകത്ത് സന്തോഷിക്കും, പുറമേ പറയും അയ്യോ വല്ലാതായി പോയല്ലെന്ന് പറയും. ആരുടെയും മുറിവുകൾ കണ്ടിട്ട് മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല. എന്നാൽ ഇവിടെ യേശു കർത്താവിന്റെ കരങ്ങളും അവന്റെ വിലാപ്പുറവും കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. ബിക്കോസ് അവർക്ക് മനസ്സിലായി, they recognize that's our guru, this is our master. ഇത് ഞങ്ങളുടെ ഗുരുവാണ്, ഇത് ഞങ്ങളുടെ കർത്താവാണ്. അവരത് തിരിച്ചറിഞ്ഞു. കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. സ്തോത്രം. അവർ സന്തോഷിച്ചപ്പോൾ പിന്നെയും കർത്താവ് പറയുകയാണ് അടുത്ത വാക്യത്തിൽ, യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ സ്തോത്രം. അയക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ സമാധാനം ഇല്ലാതെയൊന്നുമില്ല. കാരണം യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമൊന്നും. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളോട് സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും സമാധാനമാണ്. കർത്താവ് പറയാതെ ഇനി മറ്റാര് പറഞ്ഞാലും സമാധാനം ഉണ്ടാകുകയില്ല. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ തന്നെ. ഞാനും ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ എന്റെ സാക്ഷ്യം ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സമാധാനം പറഞ്ഞൊരു കൂട്ടത്തിലായിരുന്നു എന്റെ 22 വയസ്സ് വരെ. എന്നാൽ സമാധാനമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം ഞങ്ങളുടെ പിതാവിന്റെ മദ്യപാനമായിരുന്നു. എന്നും അരക്ഷിതാവസ്ഥയായിരുന്നു വീട്ടിൽ, അസ്വസ്ഥതയായിരുന്നു. പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു ഞങ്ങളുടെ ഭവനം. അതിന് നടുവിലെവിടെ സമാധാനം? എല്ലാ ഞായറാഴ്ചയും മദ്ബഹായ്ക്കകത്ത് കയറുന്നൊരു ശുശ്രൂഷക്കാരനായിരുന്നു ഞാൻ, ഓർത്തഡോക്സ് സഭയിൽ, യാക്കോബായ സഭയിൽ. കുർബാന മധ്യേ പുരോഹിതൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആ സമയത്ത് മദ്ബഹായ്ക്കകത്ത് നിൽക്കുന്ന, ബറബാസ കുലുക്കുന്ന, ധൂപക്കുറ്റി വീശുന്ന, കൈമണി അരിക്കുന്ന ശുശ്രൂഷക്കാരും ഷമ്മാശനും ബാക്കിയുള്ളവർ ഉൾപ്പെടെ ഐമേനികൾ പറയും ഇത് ചൊല്ലുന്ന, ഇത് പറഞ്ഞ അങ്ങയോട് കൂടെ അവിടുത്തെ ആത്മാവോടുകൂടെ ഇതിരിക്കട്ടെ. ഈ പറച്ചിലല്ലാതെ ഒന്നും ഉണ്ടാകുകയാണ്. അങ്ങനെ ഞാൻ സ്തോത്രം ഒരു വൈദികനാകുവാനുള്ള ചെറിയ താല്പര്യത്തിലും മറ്റൊരാവശ്യമായിട്ട് ഞാൻ ദേറായിലെത്തി. ചെങ്ങന്നൂരുള്ളതായ ഓതറ ദേറായിൽ എത്തിച്ചേർന്നു. 4 ദിവസമേ ഞാൻ ആ ദേറായ്ക്കകത്ത് മദ്ബഹായ്ക്കുള്ളിൽ കയറിയുള്ളൂ. സ്തോത്രം. ആദ്യത്തെ 1-2 ദിവസങ്ങൾ മദ്ബഹായ്ക്കുള്ളിൽ കയറിയില്ല. പുറത്തു നിന്ന് കുർബാന കണ്ടു. അന്ന് അവിടെ റംബാച്ചനുണ്ട്, ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേരൊന്നും. അടുത്ത ദിവസം ഞാൻ ചെന്ന മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കുർബാന കിടന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ.
രണ്ടാം ദിവസം പറഞ്ഞു, അന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. മൂന്നാം ദിവസം ഞാനും മദ്ബഹായ്ക്കുള്ളിൽ കുപ്പായ വിട്ട് കയറി. ആ സമയത്തും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. പക്ഷെ അന്നേരം ഒരു നൊമ്പരം, ഇത്രയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുന്നില്ല. നാലാം ദിവസവും അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ചിന്ത ഇങ്ങനെ വന്നു, അധികം താമസിയാതെ ഞാനും ഇത് പറയുന്ന ഒരുവനായി മാറും. എനിക്കില്ലാത്തൊരു സാധനമാണിത്. അങ്ങനെയെങ്കിൽ എനിക്കില്ലാത്ത സമാധാനം ഞാൻ അങ്ങോട്ട് കൊടുക്കണം. എന്നെ പോലെയുള്ളവരാണ് ഐക്യലായാലും താഴെ നിൽക്കുന്നത്. അവരും ഇങ്ങോട്ട് പറയും സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ഞാൻ പറഞ്ഞാൽ സമാധാനം പ്രാപിക്കാത്ത ആളുകൾ അവർ ഇങ്ങോട്ട് തിരിച്ചു പറയാൻ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, അങ്ങേക്കിരിക്കട്ടെ എന്ന്. എവിടെ സമാധാനം ഉണ്ടാകും? ഈ ചിന്ത എന്നെ വ്യാപരിച്ചപ്പോൾ, എന്റെ ഉള്ളിലേക്ക് കടന്നുപോയപ്പോൾ ഞാനൊരു ശബ്ദം ഇങ്ങനെ കേട്ടു, സ്തോത്രം, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല, ഈ ലോകത്തിന് അത് എടുക്കുവാനും കഴിയത്തില്ല. ആരാ പറഞ്ഞെനിക്കറിയില്ല. പുരോഹിതനല്ലത് പറഞ്ഞത്, എന്റെ അകത്താ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതല്ല എന്റെ വഴി, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മദ്ബഹായ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, അന്ന് കേട്ട ശബ്ദം, ആ സമാധാനം ഇന്ന് ഈ 64-ാമത്തെ വയസ്സിലും എന്നെ നടത്തുന്നു. വളരെയേറെ പ്രശ്നങ്ങൾ വന്നു, ഓളങ്ങൾ, തിരമാലകൾ എന്നെ മുഴുവനെ വിഴുങ്ങുവാൻ, കത്തിച്ചു കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ, ഭീതിപ്പെടുത്തുവാൻ. സ്തോത്രം. ഏതെല്ലാം തരത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും കയ്യേറ്റങ്ങളും സുവിശേഷ വിരോധികളായുള്ള പ്രശ്നങ്ങളും ജീവിക്കുമോ എന്ന് സംശയിക്കുമാറ് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും അതിന് നടുവിൽ ദൈവമായ കർത്താവ് സമാധാനത്തോടെ നിർത്തുവാനിടയായി തോന്നി. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, പാലക്കാട് വെച്ച് സുവിശേഷ വിരോധികളാൽ 1999 ഒരു നവംബർ മാസം 1-ാം തീയതി 60ഓളം വരുന്ന ആളുകളുടെ കയ്യിൽ ഞാനും മറ്റു 2 പേരും അകപ്പെട്ട് 20 മിനിറ്റിലധികം ശരിക്കും അവര് തല്ലി. ആയുധമില്ലായിരുന്നു, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അവര് പ്രീ പ്ലാൻ അല്ല, ഞങ്ങളും അങ്ങനെ വേണ്ടി പോകില്ല. ചെന്നപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചതാണ് വിഷയം, ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥിച്ചതാണ് വിഷയം. അവര് കരുതിക്കൂട്ടി വന്നില്ല, അതുകൊണ്ട് ആയുധങ്ങളില്ല. പക്ഷെ കൈ കൊണ്ട് മാത്രം ആകുന്നത് പോലെ അടിച്ചു. അന്ന് ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ടടിക്കുമ്പം രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചതല്ല. എന്നാൽ കർത്താവ് അവിടെ നടക്കി വിട്ടു. അതിനുശേഷം പുല്ലുവഴി എന്ന സ്ഥലത്ത്, പെരുമ്പാവൂർ പുല്ലുവഴി എന്ന സ്ഥലത്തുള്ളതായ ഒരു ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന മധ്യേ ദൈവം സംസാരിച്ചപ്പോൾ ഒരു കുടിയൻ വന്നേച്ച് ഭയങ്കര ബഹളം. അദ്ദേഹം അകത്ത് കയറി അടിക്കാൻ തന്നെ സ്റ്റാർ. പാസ്റ്റർ PJ ഏലിയാസ് ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്തദാസൻ കൂടുന്നതായ സഭയിലാണ്. അദ്ദേഹം ഇൻവൈറ്റ് ചെയ്താണ് ഞാനന്ന് അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുന്നത്. അദ്ദേഹം ഉണ്ട് ഇവിടെ. ഭീഷണി മുഴക്കി, കയ്യിലിരുന്ന് ആയുധവും മുഴക്കി ആ മനുഷ്യൻ ആദ്യം ഹോളിന്റെ അവിടെ നിന്നു. ഒരെണ്ണത്തിനെ ഹോളിന് പുറത്തിറക്കാൻ സമ്മതിക്കുകയാണ്. ശകലം കൂടെ കഴിഞ്ഞ് അദ്ദേഹം ഗേറ്റിന്റെ അവിടെത്തി വെല്ലുവിളിക്കുകയാണ്, ഒരെണ്ണത്തിനെ പുറത്ത് തൊടുകയാണ്. പോലീസിനെ വിളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പോലീസൊന്നും വന്നൊന്നുമില്ല. 1/4 മണിക്കൂർ തടഞ്ഞു വെച്ചു. എന്നെ ഒരു മനുഷ്യൻ മുന്നോട്ട് വിടത്തില്ല. ഞാൻ പറഞ്ഞു, അടിക്കുകയാണെ ഉപദ്രവിക്കട്ടെ, കയ്യെത്താൻ ഏക്കാൻ റെഡിയാ. പക്ഷേ ആ ഒരു മനുഷ്യൻ, പാസ്റ്റർ ആകട്ടെ അവിടുത്തെ വിശ്വാസികളാകട്ടെ, എന്നെ മുന്നോട്ട് വിടുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ തല്ലുകൊള്ളുന്നത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോവുക. സ്തോത്രം. ഞാൻ ദൈവദിനമായിട്ട് എൻ്റെ അകത്തൊരു സമാധാനം ലഭിച്ചു. കർത്താവ് ഞാൻ ഇറങ്ങിച്ചെന്നു. ആ മനുഷ്യൻ വഴി മാറി, ഞാൻ പുറത്തു പോയി. എൻ്റെ പുറകെ ബാക്കിയുള്ള എല്ലാവരും വീടുകളിലേക്ക് പോയി. അന്നും അദ്ദേഹത്തിന്റെ ആയുധത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നത് എന്റെ മിടുക്കും സാമർഥ്യമൊന്നുമല്ല, മറിച്ച് എന്നോട് കർത്താവ് ഞാൻ ആയിരുന്ന മണ്ഡലങ്ങളിൽ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നതിൽ ഈ ലോകം തരുന്നത് പോലല്ല, ഈ ലോകത്തിന് എടുക്കുവാനും കഴിയുകയില്ലെന്ന്. സ്തോത്രം. അതാണ് ഇവിടെ ഭവിച്ചത്. യേശു കർത്താവ് ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആളെ മനസ്സിലാകാത്ത സമാധാനം ഏറ്റെടുക്കാൻ പറ്റിയില്ല. എന്നാൽ വിലാപ്പുറവും കരങ്ങളും കണ്ടപ്പോൾ, അവരുടെ നാഥനും ഗുരുവുമാണ്, ഗുരുവും നാഥനുമായാണ് മനസ്സിലായപ്പോൾ, സ്തോത്രം, അവർ സന്തോഷിച്ചു. തുടർന്ന് കർത്താവ് നിങ്ങൾക്ക് സമാധാനം. എന്നാൽ അന്ന് 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. തോമസ് അപ്പോസ്തലനെ കൂടുതലില്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ശിഷ്യന്മാർ പറഞ്ഞറിഞ്ഞു, തോമസ് അറിഞ്ഞു കർത്താവ് വന്നിട്ട് പോയി എന്ന്. തോമസ് ഒരു ഡിക്ലറേഷൻ, ഒറ്റ പ്രഖ്യാപനം. ചുമ്മാ നിങ്ങൾ പറയുക,
നിങ്ങൾക്കൊരു മായ വിഭ്രാന്തി തോന്നിയതാ. ഒരുവനെ തന്നെ നിലത്തിരുന്നാൽ വരുന്നവനെല്ലാം അവനായിടുമെന്നുള്ള ചിന്ത പോലെ യേശു വന്നു എന്നത് നിങ്ങളുടെ മതിഭ്രമത്തിൽ തോന്നിയതാ. യേശു ഒന്നും വന്നൊന്നുമില്ല. അങ്ങനെയെങ്കിൽ വരട്ടെ, ഞാൻ അവന്റെ വിലാപ്പുറത്ത് വിരലിട്ട് അവന്റെ കയ്യിലെ ആണിപ്പഴുതിൽ വിരലിട്ട് അല്ലാതെ ഞാൻ വിശ്വസിക്കാതോ? നിങ്ങൾ ഇന്നാ പറയാമോ? സ്തോത്രം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തത് കഴിഞ്ഞത് നാം വായിക്കുന്നത് 26-ാമത്തെ വാക്യം. സ്തോത്രം. 8 ദിവസം കഴിഞ്ഞിട്ട് ഇത് നടന്നതിന്റെ 8 ദിവസം കഴിഞ്ഞ് 8-ാം പക്കം. ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ സ്തോത്രം. അകത്ത് പിന്നെ ഇരിക്കുക, പാത്തിരിക്കുക, ഒളിച്ചിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു എന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ആദ്യം നിങ്ങൾക്ക് സമാധാനം. പിന്നെ തോമാസിനോട്. ആ സമയത്ത് ബാക്കി 10 പേർക്ക് അവിശ്വാസമൊന്നുമില്ല. കാരണം കർത്താവ് ഒന്ന് സമാധാനം പറഞ്ഞിട്ട് പോയി. ഇപ്പോഴും അടച്ചിട്ട മുറിക്കകത്ത് വന്ന് പറയണമെങ്കിൽ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവർ സമാധാനം കൈക്കൊണ്ടു. എന്നാൽ തിരിഞ്ഞ് തോമസോട് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ, എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. തോമസോട് പറഞ്ഞു, തോമസേ ഇങ്ങ് വന്നേ, നിന്റെ വിരൽ കൊണ്ടെങ്കിൽ വാ, എന്റെ കൈകളിലെ ആണിപ്പഴുത്തിലേക്ക് നിന്റെ വിരൽ ഇട്ടാട്ട്, എന്റെ വിലാപ്പുറവും. കർത്താവ് വിലാപ്പുറം കാണിച്ചു കൊടുത്തു, എന്റെ വിലാപ്പുറത്തും നീ കൈയിട്ടെ. എന്നിട്ട് പറഞ്ഞ മറുപടി ഇതാണ്, കർത്താവ് പറയാൻ തീർന്നില്ല, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നോക്കുക, യൂദ അപ്പോസ്തലൻ നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം വേണ്ടി പോരാടാൻ പറഞ്ഞതിന് കാരണം യേശു കർത്താവ് ഒന്ന് ശാരീരികമായി സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഭൂമിയിൽ ഉള്ളപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രമുഖനായ തോമസ് വിശ്വസിച്ചിട്ടില്ല. ആ സമയത്ത് കർത്താവ് പറയുന്നത്, നീ അവിശ്വാസിയാകരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് അക്ഷരികമായി കൂടുള്ളപ്പോൾ തന്നെ ശിഷ്യന്മാർ അവിശ്വാസികളായി മാറിയെങ്കിൽ ഇന്ന് കർത്താവ് അക്ഷരികമായി നമ്മളോടൊപ്പം ഇല്ല. അവന്റെ ആത്മസാന്നിധ്യം മാത്രമേ നമ്മളോട് കൂടിയുള്ളൂ. 2-3 എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഇനി അതല്ല, സ്തോത്രം, പത്മോസിലായിരുന്ന യോഹന്നാന്റെ അടുക്കിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. ഏകനായിരുന്ന യോഹന്നാന്റെ അടുക്കിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നു. അപ്പോൾ കർത്താവിന്റെ ആത്മസാന്നിധ്യം മാത്രമേ നമ്മളോടൊപ്പം ഉള്ളൂ. അതുകൊണ്ട് അന്നത്തേക്കാൾ അധികമായി ഇന്ന് നാം വിശ്വാസം വേണ്ടി പോരാടേണ്ടതുണ്ട്. സ്തോത്രം. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലന്മാരിലെ മൂത്തവനായ പത്രോസിന് വല്ല വിശ്വാസം വന്നോ? വിശ്വാസത്തിൽ ഉറച്ചോ? കർത്താവ് കൈയും വിലാപ്പുറവും 2 പ്രാവശ്യം കാണിച്ചു കൊടുത്തു. സമാധാനം പല പ്രാവശ്യം പറഞ്ഞു. വിശ്വാസം വന്നില്ല, അല്ലെങ്കിൽ അത് ഉറച്ചില്ല എന്നുള്ളതാണ് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. 21-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 21-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ജീവിതമായിരുന്നു. പിന്നെയും ശിഷ്യൻ എവിടാ? തിബരിയാസ് കടൽക്കരയിലേക്ക് കർത്താവ് ചെല്ലുക. കർത്താവ് വരുമ്പോൾ അവിടെ പ്രത്യേകമായ ചില കാര്യങ്ങൾ നടക്കുക. എന്താ നടക്കുന്നത്? ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. സ്തോത്രം. 7 പേര് അടങ്ങിയ ഒരു സംഘമുണ്ട്. 7 പൂർണ്ണത കാണിക്കുന്നു. സ്തോത്രം. ഒരുമിച്ച് കൂടിയിരുന്ന ആ കൂട്ടത്തിൽ വെച്ച പത്രോസ് ബാക്കിയുള്ളവരെന്ന് കാണുന്നില്ല. എന്നാൽ ഈ കൂട്ടത്തിൽ നഥനയേലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആദ്യം കാണുന്ന നഥനയേൽ, ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേലിൽ, ഇവരിൽ കപടമില്ല എന്ന് കർത്താവ് പറഞ്ഞ നഥനയേലെ കൂട്ടത്തിലുണ്ട്. ഈ 7 ഒരുവനാണ്. ആ സമയത്ത് 7 ഒരുവനായ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. എന്തുകൊണ്ട്? ജീവിത ഉപാധിയൊന്നുമില്ല. ഗ്രേറ്റ് കമ്മീഷൻ കിട്ടി, ഞാൻ പോകുന്നു, നിങ്ങൾ പൊക്കോ, സുവിശേഷം പറഞ്ഞോളാം കമ്മീഷൻ കിട്ടിയെങ്കിലും ശക്തി പ്രാപിച്ചില്ല, ഓർഡിനേഷൻ പ്രാപിച്ചില്ല. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് നിന്ന് കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകിയെന്നാ പറയുന്നത്. എന്നിട്ടും അവര് ബലം പ്രാപിച്ചില്ല, ധൈര്യം പ്രാപിച്ചില്ല. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന ധൈര്യം
ഈ സമയത്ത് പത്രോസ് ഉൾപ്പെടെ ആരും പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിത പ്രാരാബ്ദം, ഭാര്യയുണ്ട്, മക്കളുടെ കാര്യമില്ല, ഏതായാലും ഒരു അമ്മായിയമ്മ കൂടുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങൾ വന്നപ്പോൾ, ജീവിതോപാധികൾ നഷ്ടമായപ്പോൾ, കർത്താവ് ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുടുംബം പുലർത്തണ്ടേ. പഴയ തൊഴിലിലേക്ക് പത്രോസ് തിരിയുക. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കേൾക്കാത്ത താമസം ബാക്കി 6 പേരും പറഞ്ഞു, ഞങ്ങളും വരുന്നു. മുൻപേ ഗമിക്കുന്ന ഗോകുതന്റെ പിൻപേ ഗമിച്ചിടും ബഹുഗോക്കൾ എന്ന് പറഞ്ഞ പോലെ മുമ്പിൽ പോയ പത്രോസിന്റെ പുറകെ എല്ലാവരും കൂടെ അങ്ങ് പോവുക. എന്തുകൊണ്ടായി പോക്ക് പോയത്? കർത്താവിന്റെ വിലാപ്പുറവും ആണിപ്പഴുതുകൾ കണ്ടിട്ടും, സമാധാനം കൽപ്പിച്ച കർത്താവിനെ കണ്ടിട്ടും, സന്തോഷം ഒരു സമയത്തേക്ക് പ്രാപിച്ചുവെങ്കിലും അത് നിലനിൽക്കാനൊക്കാതെ വന്നതുകൊണ്ട് അവരെ പിന്മാറി ജീവിതമാർഗത്തിന് വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളെ ഇപ്പോഴും പിന്നെ ശ്രദ്ധിക്കുന്നവരെ, നാം ഇന്നത്തെ ആയിരിക്കുന്ന ഈ തലമുറയിൽ വിശ്വാസത്തിന്റെ ശോധന വരുമ്പോൾ, ഹല്ലേലൂയ, അത് വെറുതെ എല്ലാവർക്കും കഷ്ടത വരുമ്പോഴാണ്, ഞെരുക്കവും ഇടുക്കവും വരുമ്പോഴാണ്, ദാരിദ്ര്യവും പ്രയാസവും പ്രതികൂലം വരുമ്പോൾ വിശ്വാസം വിട്ട് ഉഴലുവാനിടയായിത്തീരും, അവിശ്വാസിയായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ, പ്രയാസ പ്രതികൂലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഒരിക്കലും ഭക്തനെ പറഞ്ഞത്, കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാത്താൻ, കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ ഹല്ലേലൂയ, നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാത്താൻ, വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവേ നോക്കി ഞാൻ പാർത്തിടുന്നു. ഓ യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയരില്ല. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയരില്ലായേ. ഒരു ഭക്തൻ പാടിയ, കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ എന്റെ വിശ്വാസം വിട്ട് ഞാൻ പോകാതെ, വിശ്വാസം നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നോക്കി ഞാൻ ജീവിക്കും. യേശു എന്റെ പ്രിയനാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതായ വിഷയമുള്ളതുകൊണ്ട് യൂദാ അപ്പോസ്തലൻ വളരെ ശക്തമായി ദൈവസഭയെ, ദൈവജനത്തെ സ്തോത്രം നോക്കി പറയുകയാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശ്വാസത്തിന് പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ശിഷ്യന്മാരെയും പത്രോസിനെയും കൂടെയുള്ളവരെയും കണ്ടതുപോലെ ചിലരെ, ചില പഴയ നിയമ പുതിയ നിയമ വിശ്വാസികളെ, ആളുകളെയും നമുക്ക് കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ കാണിച്ചു തരിക. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നത് കായീനെയാണ്. ഇനി ഹാബേലുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ സ്തോത്രം ബിലയാമുണ്ട്. ഇങ്ങനെ ചിലരെ കുറിച്ച് പറയുന്നെങ്കിലും അവരുടെ സ്വഭാവം പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. അത് നമുക്കൊന്ന് തൊട്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഇവരെ കുറിച്ച് പറയുന്ന അവരുടെ സ്വഭാവം, ഈ അവിശ്വാസികളുടെ മെത്രാച്ചന്മാരായിരിക്കുന്ന പാർട്ടികൾ എങ്ങനെയായിരിക്കുന്നു? 11ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ 3 പേരെയാ, കായീൻ, ബിലയാം, കോരഹ്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നോക്കുക, ഇവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഇവരെങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. ഇവരാരാ പാർട്ടികൾ? നമ്മളോടൊപ്പം തന്നെ ഉണ്ട്, കൂടെയുണ്ട്, വിശ്വാസിയുടെ ഭവനത്തിലുണ്ട്, വിശ്വാസികളുടെ കൂടിവരവുകളിലുണ്ട്.
ആ സമൂഹങ്ങളിലുണ്ട്. അവരെ കുറിച്ച് പറയുകയാണ്, അവരാരായിരിക്കുന്നു? നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. മറഞ്ഞു കിടക്കുന്ന പാറകളാണ്, അനങ്ങാപ്പാറകളാണ്. ഇവർ കൂടെയുണ്ട്, എല്ലാത്തിനും കൂടെ ഉണ്ട്. പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവർ യാതൊരു കാര്യത്തിനും കൊള്ളരുതാത്തവരെന്ന. തീത്തോസിന്റെ 10 വായിച്ചേ. തീത്തോസിന്റെ 10 സ്തോത്രം. പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, മോനെ, 1:10 സ്തോത്രം. ഹല്ലേലൂയ. വൃഥാവാചാലന്മാരും വൃദ്ധ ഒന്ന് തൊട്ട് മുകളിൽ വായിച്ചു 9 തൊട്ട് അയച്ചു. നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവരും വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. എന്നാൽ അടുത്ത് പറയുകയാണ്, വൃഥാവാചാരന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായി അടയ്ക്കേണ്ടതാവുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു. പിന്നെ അവരെ കുറിച്ച് പറയുന്നത്, യാതൊരു നല്ല കാര്യത്തിനും അവരെ കൊള്ളിക്കത്തില്ല. 16-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യമല്ല, തീത്തോസ് 1:16 വാക്യം. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവര്, അനുസരണം കെട്ടവർ, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാവുന്നു. ഈ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന വിദ്വാൻമാർ ഇതാ പാർട്ടികൾ. ഒന്ന്, വിശ്വാസം ലെവലേശമില്ല. ഏതൊരു വിഷയം ഉണ്ടാൽ ആദ്യം പറയും, നമുക്ക് എടുക്ക പേന, അമേരിക്കയ്ക്കോ ഗൾഫിലേക്കോ കത്തെഴുത്. ഇവിടെ മാസം തോറും 10,000-കണക്കിന് രൂപ പെൻഷൻ മേടിക്കുന്ന ആളാണേലും ദിവസം 10-40 ഷീറ്റ് വെട്ടുന്ന ആളാണെങ്കിലും മറ്റെല്ലാ ജീവിത ഉപാധികളും വരുമാനമുള്ള ആളാണെങ്കിലും സഭയുടെ കൂടിവരവിലെ ഒരു ആവശ്യത്തിന് 10 കസേര മേടിക്കണമെങ്കിൽ പറയും, അമേരിക്കയ്ക്ക് കത്തെഴുതിക്ക്. ഇല്ലേ ഗൾഫുകാർ കത്തയച്ച്, ഇല്ലേ പണക്കാരന് അച്ചാനില്ലേ, അമ്മാമയില്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ കൈയിരിക്കുന്ന എടുക്കുകയല്ല. അപ്പോൾ അവരെ കുറിച്ച് പറയുകയാണ്, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നതിലും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാ, ആത്മാവരെ ആരാധിക്കുന്നവരാ, സ്നാനപ്പെട്ടവരാ, സെക്രട്ടറിയും ഖജാൻജിയും പാർട്ടികളൊക്കെ തന്നെയാണ്, അറിയുന്നവരാണ്. വേണേ പരസ്യയോഗത്തിനും വരും, സകല യോഗങ്ങൾക്കുണ്ടാകും. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നതിൽ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അതെങ്ങനെ? ഈ പ്രാവശ്യം കൺവെൻഷൻ വേണ്ട. എന്താ കാര്യം? ഇഷ്ടമില്ലാത്തവരെയും ഒക്കെ പങ്കെടുപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് കൺവെൻഷൻ വേണ്ട, കമ്മിറ്റി വേണ്ട. കാരണം കമ്മിറ്റിക്കാർ ചില ഇഷ്ടമില്ല, അതുകൊണ്ട് കമ്മിറ്റി വേണ്ട. പ്രവർത്തനങ്ങൾ വേണ്ട. കല്യാണത്തിന് എല്ലാവരെയും വിളിക്കണ്ട, കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തതിന് കല്യാണത്തിന് വരും, വേണ്ട. അവർ തരുന്ന പണം കൂടെ ഞാൻ തന്നേക്കാം, വേണേ എന്റെ വകയായിട്ട് ഞാൻ വാഹനം വിട്ട് തന്നേക്കാം, വേണ്ട. അവർ മറിഞ്ഞു കിടക്കുക. ഇവരെ പൊതുവെ കാണാനൊക്കത്തില്ല. സ്തോത്രം. ആരോപണ വിധേയരായി അവരെ മുമ്പിൽ കാണാനൊക്കത്തില്ല. പുറമേ മീശയില്ല, ഫുൾ സ്ലീവ് ഷർട്ട് ആയിരിക്കും, ആഭരണമില്ലാത്തവരായിരിക്കും, വെള്ളയും സാരിയും ബ്ലൗസും ഷർട്ടും പാന്റും ഒക്കെ ഇടുന്നവരാ, നിറഞ്ഞു കിടക്കുക. സ്വഭാവം കൊണ്ടൊരു പുറത്തു വരുന്നില്ല. സമൂഹത്തിന്റെ മുൻപാകെ ഒരു മനുഷ്യൻ കുറ്റക്കാരാന്ന് പറയുകയില്ല. ആരെങ്കിലും പറഞ്ഞാൽ തുടങ്ങിയോ അങ്ങനെയാണോ, ചുമ്മാ അത് ഇല്ലാതെ ഞാൻ പറയാതെ കള്ളം പറയാന്ന് പറയും. ആ സഹോദരനോ, അയ്യോ അച്ഛനോ, പാസ്റ്ററോ, അയ്യോ അങ്ങനെ പറയരുത് പറയും. അമ്മാമ്മ എങ്ങനെയാണോ, ആന്റിയോ, സഹോദരിയോ, നോനോ നെവർ സേ, അങ്ങനെ പറയരുത്. കാരണം അവർ മറിഞ്ഞു കിടക്കുക. അതുകൊണ്ട് പറഞ്ഞ അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവനിഷേധം. ഒരു ട്രാക്ട് കൊടുക്കാൻ കാണുകയല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണുകയല്ല,
ഒന്നിനും മുന്നിൽ കാണുകയല്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രവൃത്തി കൊണ്ട് അവൻ ദൈവനിഷേധികളായി മാറുകയാണ്. കർത്താവ് പറയാ, അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാവുന്നതല്ല. അടി കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ അവരുണ്ടാകും. കള്ളവോട്ടിന് അവർ കാണും. കള്ളക്കണക്ക് എഴുതാൻ അവർ കാണും. വണ്ടിയുടെ കാറ്റ് കുത്തിക്കളയാൻ അവർ കാണും. സ്തോത്രം. കസേര വലിക്കാൻ അവർ കാണും. കൈക്കൂലി കൊടുക്കാനും കൈക്കൂലി മേടിക്കാനും അവർ കാണും. തിരുവചനം പറയുന്നു, എന്നെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അറയ്ക്കത്തക്കവരാണോ? അനുസരണം കെട്ടവരാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്തവരാണോ? ദൈവത്തിനും അനുസരിക്കാത്തവരാണോ? അങ്ങനെയെങ്കിലും ഒരു കാര്യം പറയുന്നു, അവരെ യാതൊരു നല്ല കാര്യത്തിനും കൊള്ളത്തില്ല. എല്ലാ ദുഷ്കാര്യത്തിനും അവർ കവിഞ്ഞു വരും. ഒരാളെ മാറ്റണോ? സ്ഥലം മാറ്റിക്കണോ? അകാരണമായി എന്തെങ്കിലും ചെയ്യണോ? എല്ലാത്തിനും മുമ്പിരിക്കും. എന്നാൽ ഇത് കണ്ട് വിശ്വാസികളായവർ ഭാരപ്പെടരുത്. വിശ്വാസികളായവർ അവരുടെ വിശ്വാസം വിട്ടുപോകരുത്. നിങ്ങൾക്കറിയുമോ, ഇവിടെ ഇതാ ആ ഭാവം അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം നാം കണ്ടതായ 7 ഒരുവൻ നഥനയേലാണ്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് പറഞ്ഞത് കേട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന് 50-ാം ദിവസമാകണം. എങ്കിൽ തന്നെയും ദിവസങ്ങൾ കർത്താവിനൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് ഒന്നേനെയും എന്റെ എളിയ ബുദ്ധിയിൽ എന്റെ ചിന്താഗതിയതാ, പക്ഷെ വരുന്നില്ല. പരിശുദ്ധാത്മാവ് വൈകുന്നു. എന്താ കാര്യം? അതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. ഞങ്ങളിപ്പം 11 പേരേ ഉള്ളൂ. 12 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ക്വാറം തികഞ്ഞിട്ടില്ല. ക്വാറം തികയാതിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുവൻ അനീതിയുടെ കൂലി മേടിച്ച് അവൻ തൂങ്ങി മരിച്ചു. നല്ലൊരന്ത്യം ഉണ്ടാകാതെ ഈ ഭാഗത്ത് മാറിപ്പോയി. അതുകൊണ്ട് ആ ക്വാറം തികയണം. അതിന് പത്രോസ് പറഞ്ഞ ഒരു ഉപാധിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തില് നമുക്കത് കാണാൻ തക്കണം സാധിക്കും. പത്രോസ് പറയുകയാണ്, സ്തോത്രം, 16-ാമത്തെ വാക്യം 1 മുതൽ 15. ആ കാലത്ത് ഏകദേശം 120 പേരുടെ സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ സംഘമാണ് സഭയായിട്ടുള്ളത്. കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, സ്ത്രീകളും ഉണ്ടാ കൂടുതൽ, എങ്കിലും പുരുഷന്മാരാണ് വിളിക്കുന്നത്. യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്നു. അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. യൂദ അധ്യക്ഷനായിരുന്നു. സ്തോത്രം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവനാണ് യൂദ. ആ സ്ഥാനത്തിന്റെ മഹിമ, അതിന്റെ വിലയറിയാതെ ഏശാവ് ഒരു ഊണിനാണ് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞതെങ്കിൽ യൂദ 30 വെള്ളിക്കാശിനും ഗുരുവും നാഥനുമായവനെ വിറ്റുകളഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ അധ്യക്ഷസ്ഥാനം നഷ്ടമായി പോയപ്പോൾ പറയുന്നു, അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരു ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ 21 മുതൽ, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി. സ്തോത്രം. ഇവിടെ പറയാണ് അവന്റെ ക്രൈറ്റീരിയ, അവന്റെ യോഗ്യത ഇതായിരിക്കണം.
കർത്താവിന്റെ സ്നാനം മുതൽ അവരുടെ സ്വർഗാരോഹണം വരെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ യൂദായ്ക്ക് പകരം അധ്യക്ഷനാകട്ടെ. സ്തോത്രം. എന്നാൽ ആ നാളിതുവരെ പത്രോസ് പ്രസംഗിക്കുന്നത് പറയുന്നത് വരെ മത്തിയാസിനും അങ്ങനെ അവർ യുസ്തോസ് എന്ന പേരുള്ള യുസ്തോസ് എന്ന് ബർശോബയ്ക്കും മത്തിയാസിനും ചീട്ടിടുന്ന ആ പേര് നമ്മൾ മറ്റെങ്ങും അധികം കേട്ടിട്ടില്ല. എന്നാൽ അല്പം മുമ്പ് 21 യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നാം കണ്ടതായ നഥനയേലിന്റെ പേര് എല്ലായിടത്തും ഒന്ന് അവസാന സമയത്തും കർത്താവ് അത്ഭുതം കാണിച്ചപ്പോഴും നഥനയേൽ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവ് വാഴ്ത്തിക്കൊടുത്ത കനലിന്മേൽ വെച്ച അടയും മീനും കഴിച്ച ഒരാള് നഥനയേല്. പക്ഷെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പം ആളില്ലാതെ പോയി. എന്നാ കാര്യം? മറ്റുള്ളവരോട് കൂടി തന്റെ വിശ്വാസം നഷ്ടമായി പോയി. അന്നേ ചിലരുടെ വിശ്വാസം നഷ്ടമായതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് വരാതെ നഥനയേൽ നഷ്ടമായി എങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം വേണ്ടി പോരാടുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.